ശോഭയുടെ തീവ്രവാദ ബന്ധങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ക്രിസ്മസ് സമയത്ത് സ്വന്തമായി ശോഭാ സുരേന്ദ്രൻ ഒരു ക്രിസ്മസ് ആശംസ മാതൃഭൂമി പത്രത്തിലിടുകയുണ്ടായി. അതിന്റെ ഫണ്ട് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് മനസ്സിലാകാൻ സാധിക്കും. Recruited for intelligence task in India, there have been more Hindus than Muslims. ദേശീയ നേതാക്കളിൽ ചിലരുമായുള്ള ശോഭാ സുരേന്ദ്രന്റെ അടുപ്പമാണ് പല ബി.ജെ.പിയിൽ കനൽ കോരിയിട്ട കുഴൽപ്പണ കേസ് പുതിയ അന്വേഷണ സംഘത്തിലേക്ക് നീങ്ങുകയാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ 2 ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് വേറെ കുറച്ച് പരിപാടികളിലൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു. സോ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വിഷു ഒക്കെ ആയിട്ട് നിങ്ങൾക്കൊരു ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഏതെങ്കിലും ചിരി പടർത്താൻ പറ്റുന്ന ഏതെങ്കിലും കണ്ടന്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ തപ്പുന്നതിൻ്റെ ഇടയ്ക്ക് അത് ഞാൻ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ പശുത്തൊഴുത്തിലോട്ട് തന്നെയാണ്. അവിടുന്ന് തമാശയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കിട്ടുമല്ലോ. പക്ഷെ അങ്ങനെ ഞാൻ തേടി പോയപ്പോഴേക്ക് തമാശയ്ക്കുപരി കുറച്ചധികം സീരിയസ് വിഷയങ്ങളോട്ടാണ് നമ്മൾ എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാര്യം നമ്മൾ 2 ദിവസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രൻ വീസസ് ബിന്ദു വിനയകുമാർ, ഇവർ തമ്മിലുണ്ടായിരിക്കുന്ന ആ ഒരു ക്ലാഷ്, പുറത്തു വന്നേക്കുന്ന ആ ഒരു കോൾ റെക്കോർഡിങ്, പുള്ളിക്കാരുടെ ആ ഒരു പോസ്റ്റ്, ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഫണ്ണി ആയിട്ട് സംസാരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഇവർ പറഞ്ഞേക്കുന്ന ബിന്ദു വിനയകുമാർ പറഞ്ഞേക്കുന്ന മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. എന്താണെങ്കിലും എല്ലാം നമുക്കിവിടെ വിശദമായിട്ട് തന്നെ സംസാരിക്കാം. ഈ ശോഭാ സുരേന്ദ്രൻ ഇങ്ങോട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തി കോളൊക്കെ ചെയ്തിട്ടും നേരെ സംഭവിച്ചത് ബിന്ദു വിനയകുമാറിനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഇരിക്കണം, നമുക്ക് ആദ്യം ഒരു ന്യൂസ് ഒന്ന് കാണാം. പാലക്കാട്ടെ വോട്ടിന്റെ നോട്ട് ആരോപണത്തിന് പിന്നാലെ ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് ബി.ജെ.പിയുടെ ഒരു വനിതാ നേതാവ് പാലക്കാട്ടെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെ ബിന്ദുവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള തീരുമാനവും വന്നിരുന്നു. അതിലിപ്പോൾ പരാതി ഉന്നയിക്കുകയാണ് ബിന്ദു. തന്റെ പരാതിയിൽ ശോഭാ സുരേന്ദ്രനെതിരെ പാർട്ടി അന്വേഷണം നടക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ബി.ജെ.പിയിൽ നിന്ന് പുറത്താക്കിയ ബിന്ദു വിനയകുമാർ ചോദിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് മുതൽ പ്രധാനമന്ത്രിക്ക് വരെ പരാതി നൽകി. സംസ്ഥാന നേതൃത്വം എല്ലാം കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ശോഭയെ ഭയമായതുകൊണ്ടാണ് നേതൃത്വം ഇടപെടാത്തത്. ലോക്സഭയിലേക്ക് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ചപ്പോഴും പണം പലർക്കും കൊടുത്തിട്ടുണ്ട് എന്നും ബിന്ദു വിനയകുമാർ പറഞ്ഞു. അതായത് ഈ പാർട്ടിക്കകത്തുള്ളവർക്ക് പോലും ഇതിനകത്ത് നടക്കുന്ന കൊള്ളരുതായ്മയെ പറ്റിയിട്ട് ഒരക്ഷരവും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ പിന്നെ പൊതുജനത്തിൻ്റെ കാര്യം പറയണോടെ. ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത കുറേ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് മോദിക്കെതിരെ അല്ലെങ്കിൽ RSS BJPക്കെതിരെ വിമർശിച്ചുകൊണ്ടൊക്കെ വീഡിയോസൊക്കെ ഇടുന്ന ആൾക്കാരുടെ വീഡിയോസ് മെറ്റ റിമൂവ് ആക്കി കളയാണ്. മനസ്സിലായില്ലേ? അതായത് സംസാരിക്കാൻ പറ്റില്ല, വിമർശിക്കാൻ പറ്റില്ല, നമുക്കിവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു സാധനം ഇല്ല. ശബ്ദം ഉയർത്തുന്നവനെ അല്ലെങ്കിൽ അനീതിക്കെതിരെ സംസാരിക്കുന്നവനെ നിശബ്ദനാക്കുന്ന രാഷ്ട്രീയം, അതാണ് ലിറ്ററലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാർട്ടിക്കകത്തുള്ളവരുടെ അവസ്ഥ തന്നെ നിങ്ങൾ കണ്ടില്ലേ. ഇനി ഇതിനു ശേഷം ഈ ശോഭാ സുരേന്ദ്രൻ അന്ന് ഈ ശബരിമല വിഷയത്തിലൊക്കെ നിരാഹാരം കിടന്നേക്കുന്ന ഒരു സംഭവങ്ങളുണ്ടല്ലോ, അന്നത്തെ ആ ഒരു വിഷ്വൽ നമുക്കൊന്ന് കാണാം. നിരോധനാജ്ഞ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 10 ദിവസമായി നിരാഹാര സമരം നടത്തിവന്ന ശോഭാ സുരേന്ദ്രനെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. രക്തസമ്മർദ്ദം ഉയർന്നതിനെ തുടർന്ന് ശോഭാ സുരേന്ദ്രനെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് 25 തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് അവഗണിച്ച് സമരം തുടരുകയായിരുന്നു. ശോഭാ സുരേന്ദ്രന് പകരം ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് N. ശിവരാജൻ നിരാഹാര. ശോഭാജി എന്നാ ഒരു അഭിനേത്രിയാണല്ലേ. പ്രോട്ടീൻ കലക്കിയ വെള്ളം അടിച്ച് കയറ്റിയിട്ടാണ് നിന്ന് ഈ അഭിനയം കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ബിന്ദു വിനയകുമാർ പറഞ്ഞതൊന്ന് കേൾക്കാം. വിഷയത്തിൽ നിരാഹാരം കിടക്കുമ്പോൾ വെളുപ്പിനെ തന്നെ ഫ്ലാസ്കിനകത്ത് പ്രോട്ടീൻ പൗഡറും കലക്കി കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കുടിപ്പിച്ചിട്ടാണ് നിരാഹാര പന്തലിലേക്ക് ഇരുത്തിക്കൊണ്ടിരുന്നത് ഈ പൂന്തുറ ശ്രീകുമാറാണ്. എനിക്ക് നല്ല വ്യക്തമായിട്ട് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ്. കേട്ടല്ലോ, ദൈവത്തിന് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരാഹാരം എടുക്കാനെ കൊണ്ട് വന്നേക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ദൈവം, മതം, ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ഗിമിക്കുകൾ കാണിക്കുന്ന വ്യക്തികൾ ആരാണ് ഗൈസ്? നമ്മുടെ ഈ പശുത്തൊഴുത്തിലല്ലേ ഇത്തരം രംഗങ്ങൾ കാണാൻ പറ്റുള്ളൂ. ഈ അടുത്ത് ആ ഒട്ടക പട്ടി എന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഗുരുവായൂർ മുസ്ലിങ്ങളാണ് മൊത്തം, ഹിന്ദുക്കളില്ല, ഹിന്ദു MLA ഇല്ല. എന്നിട്ട് മറ്റേ ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ട് ഒരു സൈഡിൽ പച്ച, ഒരു സൈഡിൽ മറ്റേ കാവ്യ കളറൊക്കെ അടിച്ചു വെച്ചിട്ട് എന്നൊക്കെയായിരുന്നു ഇവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്തും കൃത്രിമമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അതാണ് നമ്മുടെ പശുത്തൊഴുത്തുകളുടെ ഒരു ഗുണം. എന്താണെങ്കിൽ ഇതിന് ശേഷം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഭീഷണിപ്പെടുത്തിയ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു നടപടിയുമില്ല, പകരം പരാതി പറഞ്ഞ നിങ്ങൾക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്. ആ പാർട്ടിയുള്ളൊരു എന്തെങ്കിലും പ്രതിഷേധം ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഒന്ന് മനസ്സിലാക്കണം, ഈ പാർട്ടിയിൽ ശോഭാ സുരേന്ദ്രൻ എതിരെ ആരെങ്കിലും പറഞ്ഞതല്ല. ശോഭാ സുരേന്ദ്രൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന, സംസ്ഥാന സമിതി അംഗമായിരുന്ന, ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗമായ എന്നെ ഫോണിൽ വിളിച്ച് ഇത്രയധികം ഭീഷണി പറയുമ്പോൾ ഇവരെ സംരക്ഷിക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്ക് അവരെ ഭയമാണോ എന്നാണ് എനിക്ക് ചോദിക്കാനായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയി വേറെ പ്രസ്ഥാനത്തിൽ ചേർന്ന് ഞാൻ അങ്ങനെ ആയിക്കോളുമെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട. ഇതിൽ നിന്ന് തന്നെ പ്രവർത്തിക്കാൻ എനിക്കറിയാം. ശോഭയുടെ തീവ്രവാദ ബന്ധങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ ക്രിസ്മസ് സമയത്ത് സ്വന്തമായി ശോഭാ സുരേന്ദ്രൻ ഒരു ക്രിസ്മസ് ആശംസ മാതൃഭൂമി പത്രത്തിലിടുകയുണ്ടായി. അതിന്റെ ഫണ്ട് എവിടെ നിന്നാണ് വന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതേക്കുറിച്ച് മനസ്സിലാകാൻ സാധിക്കും. കേട്ടല്ലോ,
ഇതിനകത്ത് പുള്ളിക്കാരി ഉന്നയിച്ചിരിക്കുന്ന ആരോപണം നിങ്ങൾ കേട്ടല്ലോ. നമ്മൾ ഈ ഇലക്ഷൻ സമയത്ത് ചെയ്തിരിക്കുന്ന വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് നല്ല ഫണ്ട് വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മളിങ്ങനെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വീഡിയോക്കകത്ത് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, എടാ ഇവിടുത്തെ എന്താ പറയുക, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ ഇവിടുത്തെ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന പൈസ നമ്മുടെ ഖജനാവിൽ നിന്നാണ് എടുത്ത് ഇവർ ചിലവാക്കുന്നത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബി ജെ പി ഇങ്ങോട്ട് ഫണ്ട് ഇങ്ങനെ ഒഴുകി എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് ഖജനാവിൽ നിന്നുള്ളതല്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ് ഇവർക്ക് ഈ ഫണ്ട്? അങ്ങനെയുള്ളപ്പം ഇങ്ങോട്ടേക്ക് ഈ പറഞ്ഞ ശോഭാജിക്ക് ഇവർക്കൊക്കെ ഈ ഫണ്ട് ഒഴുകുന്നു, എത്രയും കാര്യങ്ങളൊക്കെ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ ഹാഷിർ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ബീഫിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദം ഉയർത്തുന്ന അല്ലെങ്കിൽ ബീഫ് വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ആൾക്കാരെ ഇല്ലാണ്ടാക്കുന്ന ഇതേ ആൾക്കാർ തന്നെയാണ് ബീഫ് കയറ്റുമതി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് 35 കോടിയോളം രൂപ ഇവർ സംഭാവനയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെ ഇരിക്കണത്? ഇനി ബാക്കി കേൾക്കാം. അതുപോലെ തന്നെ ഞാനിത് പുറത്തു പറയാതിരുന്നിരുന്നെങ്കിൽ ഈ നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസൻ ഈ ആലപ്പുഴ ജില്ലയിൽ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. അദ്ദേഹത്തെ എനിക്കുണ്ടായ അതേ സമാനമായ അനുഭവത്തിൽ അദ്ദേഹത്തെ ഈ പാർട്ടിയിൽ നിന്ന് ഒതുക്കി നിർത്തിയ സമയത്താണ് അദ്ദേഹം സംസ്ഥാനത്ത് പോയി ഒരു മോർച്ചയുടെ സെക്രട്ടറി ആയിട്ട് ഇവിടെ വരുന്നത്. ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന തലേ ദിവസം എല്ലാ നേതാക്കന്മാരും ഒളിവിൽ പോയിട്ടും എൻ്റെ ചേട്ടനെ മാത്രം എന്തുകൊണ്ട് വിളിച്ചില്ല എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇത് അനുഭവം എനിക്കും ഉണ്ടായി കഴിയുമ്പോഴേക്കും നമ്മളെ ഒരു രക്തസാക്ഷിയാക്കി മാറ്റാൻ മാത്രമാണ് ഇവർ. എനിക്കത് കേട്ടല്ലോ, ഇവര് പറഞ്ഞേക്കുന്ന ഈ ലേഡി പറഞ്ഞേക്കുന്ന ആ ഒരു കേസ് കേട്ടല്ലോ. ഇനിയും അതുപോലൊരവസ്ഥ പുള്ളിക്കാരിക്ക് ഉണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ അത് ഓൾറെഡി വന്ന് ഇതായിട്ട് ഫുള്ള് കാര്യങ്ങളൊക്കെ പുറത്ത് വിധിയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്ന ഒരു കേസാണ്. പക്ഷേ ഇതിനകത്തിലുണ്ടായിരിക്കുന്ന ആ ഒരു സാഹചര്യം അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത പറഞ്ഞു പോയേക്കുന്ന സംഭവങ്ങൾ കേട്ടല്ലോ. ഇതിനകത്തുള്ള ആളുകൾക്ക് തന്നെ പറയുന്ന കാര്യങ്ങളാണ്, പുറത്തുനിന്ന് ഒരാളും വന്ന് പറഞ്ഞേക്കുന്ന സംഭവങ്ങളല്ല. പിന്നെ ഇതിനകത്ത് ഈ ശോഭാജീനെ പറ്റിയിട്ട് പറഞ്ഞേക്കുന്ന യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടൈം നിങ്ങൾ കേട്ടല്ലോ. ഇവർക്കുള്ള ഈ ബന്ധങ്ങൾ ആ ടൈം നമ്മൾ യൂസ് ചെയ്യണില്ല. സംഭവം മനസ്സിലായല്ലോ. ഇതിനെ കുറിച്ചിട്ട് മുമ്പൊരിക്കൽ അജിത് ഡോവൽ തന്നെ പറഞ്ഞേക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, നമുക്കതൊന്ന് കേൾക്കാം. Tell one small thing. Now that I have been exposed as a man who is this thing, the number of persons that is recruited for intelligence task in India, there have been more Hindus than Muslims. If we all the number of cases from 1947 which have been these things under the official secret act and the counter-espionage cases, I think people in media must be the things that all these cases which come from more than 4,000 cases, probably not even 20%. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നീട് നമ്മുടെ മോദി മീഡിയാസ് ഒക്കെ വന്നിട്ട് പിന്നീട് ഇത് ഡീപ് ഫേക്ക് ആണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള കുറെ സംഭവങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ശരിക്കും അങ്ങനെ പറഞ്ഞാണെന്ന് പറഞ്ഞുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കിങ്ങനെ ഈ പറയുന്ന പാലക്കാട് നോട്ടിനൊരു വോട്ട് എന്നുള്ള ഒരു പരിപാടി ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഈ സെയിം പരിപാടി പുള്ളിക്കാരി ആലപ്പുഴയിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇതിനുള്ള ഫണ്ട് ഇവർക്ക് എവിടുന്ന് വരുന്നു? അത് കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാവണ്ടേ? ഈ ദുരന്തർ സിനിമയ്ക്കകത്ത് പറയുന്നൊരു ഡയലോഗുണ്ട്, ഇന്ത്യയുടെ ശത്രുക്കൾ ഇന്ത്യക്കകത്ത് തന്നെയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ശോഭാജിയൊക്കെ പല ബന്ധങ്ങളും അതീതമൊക്കെ പുള്ളിക്കാർ ഇവിടെ പറയുമ്പോഴത്തേക്കിന് എന്താണ് ശോഭാജി, നാട് കത്തിക്കുമോ നിങ്ങൾ? ഈ രഞ്ജിത്ത് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഇവർക്കായിട്ട് ബന്ധമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കുക? അതേക്കുറിച്ച് അതിനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയോ എന്ന് എനിക്കറിയില്ല. അതേക്കുറിച്ചുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന് അന്വേഷണം നടത്തുമ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ തന്നെ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ശോഭാ സുരേന്ദ്രൻ സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം ഇടിക്കുമ്പോൾ കൂടെ സഹായിയായിട്ട് ഫോട്ടോഗ്രാഫറായിട്ടും ഒക്കെ കൂടെ നിന്ന ഒരു ജസ്റ്റിൻ ഉണ്ട്. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അന്വേഷിക്കൂ. അതിൽ നിങ്ങൾക്ക് എന്താണ് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെന്ന് അന്വേഷിക്കുമ്പോൾ അതായത് ഈ രഞ്ജിത്ത് ശ്രീനിവാസനെ തള്ളിവിടുകയായിരുന്നു എന്നാണ് ആര് പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, അതേക്കുറിച്ചുള്ള അന്വേഷണം കഴിഞ്ഞ് വിധിയും വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് കൂടി അന്വേഷിക്കൂ. കൊല്ലപ്പെടാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന് അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ എവിടെയായിരുന്നു, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഈ പാവത്തിന് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അന്വേഷിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അതിൽ തുടരന്വേഷണം വേണം അല്ലെങ്കിൽ പുനരന്വേഷണം വേണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? അതേക്കുറിച്ച് അന്വേഷിച്ചാൽ ഈ കാര്യങ്ങളിൽ എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് എൻ്റെ ആരോപണം. ഇത് പറയുമ്പോഴുണ്ടല്ലോ ഇവരുടെ പാർട്ടി ഇവരുടെ മെയിൻ ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാൻ്റെ കൊച്ചിന് പിതൃത്ത് കേൾക്കാന്നുള്ളൊരു പരിപാടിയാണല്ലോ ഇവർ എപ്പോഴും കാണിക്കാറുള്ളത്. അതുപോലെ എടുത്തേക്കുന്നൊരു സംഭവമാണ് ഈ പടപൊരുതണം തനനനനം വെട്ടിത്തലകൾ വീഴ്ത്തണം ഈ പാട്ടുണ്ടല്ലോ. ഈ പാട്ട് ഇത് ഇവരുടേതാണെന്നുള്ള രീതിയിൽ ഇവരെങ്ങനെ ആ പാട്ട് ഏറ്റെടുത്തേക്കാണ്. അത് നിങ്ങൾ ആലോചിക്കണം, വെട്ടിത്തലകൾ വീഴ്ത്തണം. അപ്പം ഈ വരികളൊക്കെ ഇവർക്ക് അത്രയും യോജിച്ച് അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുന്നൊരു സാധനമാണെങ്കിൽ ശോഭാജി അതിനകത്ത് പറയുന്ന കാര്യങ്ങളിൽ ദുരൂഹതകൾ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് കിടക്കുന്നുണ്ട്. നിങ്ങൾ വേൾഡ് ക്ലാസ് ഉഡായിപ്പാണ്. വന്നേക്കുന്ന ആരോപണങ്ങളൊക്കെ കേട്ടല്ലോ അല്ലേ? ഇതിന് കൃത്യമായിട്ടൊരു അന്വേഷണങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ ഇവർക്ക് ഫണ്ടുകൾ എവിടുന്ന് വരുന്നു, എന്തൊക്കെയാണ് ഈ നാട്ടിൽ നമ്മളറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നത്? കാര്യം ഈ പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെ വന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് ആദ്യമായിട്ട് ഒരാൾ വന്ന് പറയുന്നൊരു സംഭവമല്ല. അത് നമുക്ക് മുന്നോട്ട് പറയാം.
കാറിലിരുന്ന് പണം കൊടുത്ത ആ സ്ത്രീയെക്കുറിച്ച് ആദ്യം പറഞ്ഞത് അവരുടെ അമ്മൂമ്മയാണ്, ഇവള് കൊച്ചുമോളാണ്, ഈ കൊച്ചുമോള് പൈസ കൊണ്ട് കൊടുത്തതാണ് എന്നാണ് ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞു ഈ 18 വയസ്സായ ഈ കൊച്ചു പയ്യൻ എന്നെ 3 പ്രാവശ്യം സെക്ഷലി ഹറാസ് ചെയ്യുന്ന ആക്ഷൻ കാണിച്ചുവെന്ന്. ഇതെല്ലാം വെറും കള്ളത്തരമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അതുപോലെ തന്നെ ശോഭയ്ക്ക് ഈ ആലപ്പുഴ ജില്ലയിൽ ഇലക്ഷന് നിന്നതാണ് ശോഭ ഇവിടെ എന്തൊക്കെ പണസംബന്ധമായ തിരിമറികൾ നടത്തുകയും അതുപോലെ തന്നെ ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അതേക്കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഈ പാലക്കാട്ട് ചെയ്തേക്കുന്നത് ആദ്യത്തെ പരിപാടിയല്ല നമ്മുടെ ശോഭാജിയുടെ. ഇതിനു മുമ്പ് ആലപ്പുഴയിലും ചെയ്തിട്ടുണ്ട്. നാണുണ്ടോ? എളുപ്പുണ്ടോ? പിന്നെ ഒരു കാര്യമുണ്ട്, പശുത്തെഴുത്തി കിടക്കുന്ന ആൾക്കാർക്ക് അതല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് ഇവറ്റകൾക്ക് അറിയത്തില്ലേ? ഇതൊക്കെ കാറ്റി പറത്തിക്കൊണ്ട് നടത്തുന്ന പരിപാടിയാണ് ഇതൊക്കെ, അല്ലേ? ഇത് ഇവരുടെ ഒപ്പം തന്നെയുള്ള ആളുകൾ തന്നെ വന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എൻ്റെ ശോഭാജി, ഇനിയും ഒരു വർഷം മുന്നേ മറ്റേ സന്ദീപ് വാര്യരൊക്കെ അവിടുന്ന് ഇറങ്ങിയേക്കുന്ന ഒരു സമയത്ത് വന്നേക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. കുറെ ന്യൂസ് കാര്യങ്ങളും അതിൽ ഒരു ബൈറ്റ് മാത്രം ഞാൻ ഇങ്ങോട്ട് വെക്കാം. കേരളത്തിലെ ബിജെപിയിൽ കുഴൽപ്പണ വിവാദവും മറ്റ് സാമ്പത്തിക ഇടപാടുകളും നേരത്തെ തന്നെ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചിലർക്കെതിരെ നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും തൃശൂരിലെ പാർട്ടി ഓഫീസിൽ കോടികൾ എത്തിച്ചെന്ന വെളിപ്പെടുത്തൽ ഗുരുതര പ്രശ്നത്തിലേക്കാണ് പാർട്ടിയെ വലിച്ചിഴച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ ആധിപത്യം നേടാനായി നടത്തിയ രാഷ്ട്രീയ നീക്കമാണ് കള്ളപ്പണം എത്തിയെന്ന മുൻ ഓഫീസ് ജീവനക്കാരന്റെ വെളിപ്പെടുത്തലെന്നാണ് ആരോപണം. തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിന് പിന്നിൽ ശോഭാ സുരേന്ദ്രനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ തുടർച്ചയായി പറയുന്നുണ്ടെങ്കിലും കെ സുരേന്ദ്രൻ പക്ഷം ശോഭാ സുരേന്ദ്രനെതിരെ സംഘടിതമായ നീക്കത്തിനുള്ള ഒരുക്കത്തിലുമാണ്. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നേരത്തെയും ശ്രമം നടത്തിയിരുന്നു. ഈ നീക്കം പൊളിച്ചത് കെ സുരേന്ദ്രന്റെ ഏറ്റവും അടുപ്പക്കാരിൽ ഒരാളായ വി മുരളീധരനായിരുന്നു. സുരേന്ദ്രനെതിരെ ഉണ്ടായ എല്ലാ നീക്കങ്ങളും തകർത്തതും വി മുരളീധരൻ തന്നെ. എന്നാൽ നേരത്തെ ഉണ്ടായത്രയും സ്വാധീനം നിലവിൽ കേന്ദ്രത്തിൽ മുരളീധരന് ഇല്ല. ദേശീയ നേതാക്കളിൽ ചിലരുമായുള്ള ശോഭാ സുരേന്ദ്രന്റെ അടുപ്പമാണ് പലപ്പോഴും കെ സുരേന്ദ്രൻ പക്ഷത്തിന് വിലങ്ങുതടി. പോരാത്തതിന് കെ സുരേന്ദ്രൻ അടുത്ത സുഹൃത്താണെന്നാണ് കൊടകര കുഴൽപ്പണ കേസിലെ പ്രതി ധർമ്മരാജൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സുരേന്ദ്രനൊപ്പം അമിത്ഷായെ കാണാൻ കൂടെ പോയിട്ടുണ്ടെന്നും ധർമ്മരാജൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ബിജെപിയിൽ കനൽ കോരിയിട്ട കുഴൽപ്പണ കേസ് പുതിയ അന്വേഷണ സംഘത്തിലേക്ക് നീങ്ങുകയാണ്. ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് മുറ്റത്തെത്തി നിൽക്കുമ്പോൾ കുഴൽപ്പണം ബിജെപിയെ വരിഞ്ഞു മുറുക്കുക. എന്തൊക്കെയാണ്രേ ഇവിടെ നടന്നുകൊണ്ടിരിക്കണത്? പല പശുത്തൊഴുത്തിന്റെ ഒരു കാര്യം അല്ല. ഇവര് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, മാറാത്തത് മാറുമെന്ന്. ഇവരിവിടെ തമ്പടിച്ചു കഴിഞ്ഞാൽ നാറാത്തതും നാറും. അതങ്ങനെയാണ് അല്ലേ? എത്ര പശുത്തൊഴുത്ത് ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും നാറും അല്ലേ? ഇനി ബാക്കി കേൾക്കാം. ഒരുപാട് പേര് ത്യാഗം ചെയ്ത് ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ടവരെല്ലാം ഇന്ന് അവഗണന നേരിട്ട് അവരെല്ലാം വളരെ വിഷമത്തോടു കൂടി കഴിയുകയാണെന്ന് ഇന്നലത്തെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ധാരാളം പേർ ഈ പ്രസ്ഥാനം ശാപം കിട്ടിയതാണെന്നും ഇതിങ്ങനെ തുടർന്നു പോയാൽ മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ 100 വർഷം പിടിച്ചു നിന്നെങ്കിലും ഇത് 45 വർഷം ആയി, ഇതിനധികം കാലം ഇത് മുന്നോട്ട് പോകത്തില്ല. അത്രയധികം മൂല്യച്യുതി ഈ പ്രസ്ഥാനത്തിന് നേർന്നിരിക്കുന്നു. പിന്നെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇതിനകത്ത് കടിച്ചു തൂങ്ങി നിൽക്കണത് ചേച്ചി? ആകപ്പാടെ ഇവറ്റോൾക്ക് പറയാനുള്ള ഒരേ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ പണ്ട് ഷൂ നക്കിയ ഒരു ചരിത്രമല്ലേ ഉള്ളൂ, അല്ലേ? ഇപ്പോഴും നല്ല വെടിപ്പായിട്ട് ഇവറ്റോളത് ചെയ്യണുണ്ടല്ലോ. പിന്നെ അതിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂക്കി നിൽക്കുകയാണ്. എന്താണെങ്കിലും കഴിഞ്ഞ ദിവസം നടന്നേക്കുന്ന മറ്റൊരു സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് അതിനെ പറ്റിയിട്ട് ഒന്ന് കേൾക്കാം. ഇന്നിപ്പോൾ സംഘികളെല്ലാവരും കൂടി നമ്മുടെ അംബേദ്കറിന്റെ ഫോട്ടോക്ക് മാലയിടാൻ വേണ്ടി ഓടി നടക്കുവാണ്. 1949 ആ സമയത്ത് ദ ഹിന്ദു കോഡ് ബിൽ അത് വന്ന സമയത്ത് ഇതിനെതിരെ അംബേദ്കറിനെതിരെ ഏറ്റവും കൂടുതൽ ശബ്ദിച്ച അല്ലെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച ശബ്ദങ്ങളായിരുന്നു ഇതെല്ലാം. ഈ രാംലീല മൈതാനത്ത് അന്ന് നടത്തിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് നോക്കി. അന്ന് നെഹ്റുവിന്റെയും അംബേദ്കറിന്റെയൊക്കെ ഫോട്ടോയിലേക്ക് തീ വെച്ച് കളിക്കുമായിരുന്നു, ഫോട്ടോയ്ക്കും പ്രതിമയ്ക്കും. ആ സെയിം ടീമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് തുല്യ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഈക്വാളിറ്റി കൊടുക്കണമെന്ന് പറയുന്ന സംഭവം അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല അത്രേ. ഇന്നിപ്പോൾ ഭയങ്കര സെറ്റപ്പാ. ഇതേ ആൾക്കാരാണ് മറ്റേ നമ്മുടെ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് മറ്റേ ബില്ലും കൊണ്ടുവന്നത്. ഇതെല്ലാം ഒരു വൺ സൈഡഡ് ആണെന്നേ പറഞ്ഞതേ ഉള്ളൂ. ഒരു ജസ്റ്റ് ഓർമ്മപ്പെടുത്തൽ, ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തണം നല്ലതാണ്. എന്നാലേ ചിലവന്മാർക്ക് ചിലതൊക്കെ ഓർമ്മ വരുള്ളൂ. അതാണ്, ഇങ്ങനത്തെ ചരിത്രങ്ങൾ മാത്രമേ ഇവറ്റോൾക്കുള്ളൂ. അല്ലാതെ എന്ത് ചെയ്ത ചരിത്രമാണ് ഇവറ്റോൾക്കുള്ളത്? എന്നിട്ട് അതിൽ തന്നെ എന്തിനാണ് ചേച്ചി നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണത്? എനിക്ക് മനസ്സിലാവണില്ല. എന്നിട്ട് ശോഭാജി സ്ത്രീകൾക്ക് വേണ്ടി മറ്റേതെയും മറിച്ചേതെയും ഇതൊക്കെ പറയുന്ന ഇവർക്ക് സെപ്പറേറ്റ് ഇവർക്ക് മാത്രമായിട്ടൊരു ബാത്റൂം വേണം, ബാക്കിയുള്ള സ്ത്രീകൾ വയലിൽ പോയി ഇരിക്കണം എന്നുള്ള സംഭവമൊക്കെയാണ് ഇവരുടെ ഒരു മുമ്പത്തെ ബിന്ദു പുള്ളിക്കാരുടെ ആ ഒരു പോസ്റ്റിനകത്ത് നമ്മൾ കഴിഞ്ഞ വീടിക്കകത്ത് പറഞ്ഞതാണ്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ശോഭാജിനെ പറ്റിയിട്ട് പറയാനുള്ളത്. എൻ്റെ പൊന്നടാവേ. എന്നിട്ട് പറഞ്ഞേക്കുന്ന ഇവരുടെ ബന്ധങ്ങൾ ഒക്കെ കേട്ടാൽ ഇത് എവിടുന്ന് ഈ ഫണ്ട് വരുന്നു ഇത്ര ഇവർക്ക് ബിജെപിക്ക്? ഇത് ഖജനാവി എന്നുള്ളത് അല്ലെങ്കിൽ പിന്നെ എവിടുന്നാണ് ഈ ഇത്രയും ഫണ്ട്? അത് നമ്മൾ അറിയണ്ടേ? ഇവർക്ക് ആരൊക്കെയായിട്ടാണ് ബന്ധങ്ങളുള്ളത്? നമ്മുടെ നാട്ടിൽ രാജ്യസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ കുറേ അമ്പലം പൊക്കിപ്പണിയുകയും കുറേ മുസ്ലിം പള്ളികൾ തകർക്കുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നു ഇത് ഞങ്ങളുടെ രാജ്യസ്നേഹം.
ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ജയ് ശ്രീരാം വിളിക്കുമ്പോൾ ഇവർ പറയുന്നു ഇത് ഞങ്ങളുടെ രാജ്യസ്നേഹമാണെന്ന്. സ്കൂളിൽ കുട്ടികൾക്ക് ഒരു ബക്കറ്റ് വെള്ളത്തിൽ 1 ലിറ്റർ പാല് കലക്കിയിട്ട് ഉടായിപ്പ് കാണിച്ച് കുട്ടികൾക്ക് കൊടുത്തിട്ട് നേരെ 10-11,000 ലിറ്ററോളം പാല് വെള്ളത്തിലൊഴുക്കി കളയുമ്പോൾ അവർ പറയുന്നു അത് ഭക്തിയാണ്, രാജ്യസ്നേഹമാണെന്ന് അവർ പറയുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഒരു രാജ്യസ്നേഹവും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇവർ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാറി മാറി നമ്മുടെ നാട് ഭരിക്കുന്നത് കൊണ്ടും നമ്മൾ കുറച്ചുകൂടെ സേഫ് ആണെന്ന് വേണം പറയാം. നമ്മുടെ പ്രകാശ് രാജ് പറഞ്ഞ പോലെ തന്നെ രാജ്യത്തെമ്പാടും അനീതിയും അസമത്വവും പടരുമ്പോൾ കേരളം വികസനത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും പച്ചത്തുരുത്തായി നിലകൊള്ളുന്നു. ഓക്കെ, എന്താണെങ്കിലും ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ശരി, ബൈ.